ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. കൊച്ചി മേയർ പദവിയിലേക്ക് തഴഞ്ഞതോടെ നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് നേതൃത്വത്തെ അവർ സമീപിച്ചു. സീറ്റ് വിട്ടുകൊടുക്കാൻ ഉമാ തോമസ് തയ്യാറാകില്ല. വീണ്ടും മത്സരിക്കാനാണ് ഉമാ തോമസിന്റെ തീരുമാനം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, അങ്ങേയറ്റം സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് സ്വാഭാവികമായിട്ടും തൃക്കാക്കര പോകുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ ദീപ്തി മേരി വർഗീസ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള സാഹചര്യം മുന്നിലുണ്ട്. കാരണം മേയർ സ്ഥാനത്തേക്ക് അവർ വരും. തിരുവനന്തപുരത്ത് ആർഷിയിലേക്ക് കുറിച്ച് പറഞ്ഞതുപോലെ മേയർ സ്ഥാനത്തേക്ക് അവർ വരുമെന്നൊരു ആലോചന ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് ആ സ്ഥാനം ലഭിച്ചില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് അക്കാര്യത്തിൽ ഒരു പരിഭവത്തിന് ഉള്ള സാധ്യത, ചില സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെടാനുള്ള അർഹത ഉണ്ട്. എങ്കിൽ പിന്നെ MLA ആകണമെന്നവർ പറയുന്നതിനെ തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് പറ്റില്ല. പക്ഷേ തൃക്കാക്കരയിലേക്ക് വരികയാണെങ്കിൽ തൃക്കാക്കര ഉമാ തോമസിന്റെ ഭർത്താവ് PT തോമസ് മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്. ഉമാ തോമസ് അവിടെ ഒരു ടേം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഉമാ തോമസ് നിർബന്ധമായിട്ടും അവിടെ ആ തൃക്കാക്കര മണ്ഡലം അവരുടെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പ്രതിസന്ധിയാവില്ലേ? എന്താണിപ്പോൾ നടക്കുന്നത് അവിടെ? ഹർഷൻ, തീർച്ചയായിട്ടും ക്ഷമിക്കണം സനീഷ, തീർച്ചയായിട്ടും സനീഷ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുക. കാരണം ഉമാ തോമസ് ഇനിയും മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനുവേണ്ടി ഉമാ തോമസ് തന്റെ പ്രവർത്തനം ശക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ കളം നിറഞ്ഞു നിൽക്കുകയാണ് മണ്ഡലത്തിലാകമാനം. ഇതിനിടയിലാണ് ദീപ്തി മേരി വർഗീസ് എന്നെ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യവുമായി ഒരു കൂട്ടം നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസും അതേ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ സമയത്ത് ദീപ്തി മേരി വർഗീസിനെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ കാണുകയും ഒപ്പം വിജയിച്ച് കയറുകയും ചെയ്തു. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ മേയറാക്കുന്നതിൽ നിന്നും ഏതാനും ചില നേതാക്കൾ എതിര് നിൽക്കുകയും അങ്ങനെ ദീപ്തി മേരി വർഗീസിനെ മേയറാകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ദീപ്തി മേരി വർഗീസ് തന്നെ ഒരു ക്ലെയിം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തന്നെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അവരെ അനുകൂലിക്കുന്ന നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. കാരണം അവർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം അവർക്ക് നൽകിയില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ദീപ്തി മേരി വർഗീസിനെ തൃക്കാക്കരയിൽ മത്സരിപ്പിക്കണമെന്നുള്ളതാണ് ആവശ്യം. എന്തായാലും ഇതിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സനീഷ. ഇതിപ്പോൾ പക്ഷേ സഹിൻ നിർബന്ധമായിട്ടും ഉമാ തോമസ് സമ്മതിക്കുകയില്ലല്ലോ. ഇപ്പോൾ സഹിൻ പറഞ്ഞതുപോലെയാണെങ്കിൽ അവിടെ ദീപ്തി മേരി വർഗീസ് ഒറ്റയ്ക്കല്ല, അവർക്കൊപ്പം ചില നേതാക്കളെങ്കിലും ഉണ്ട് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ, ആവശ്യപ്പെടാൻ എന്നല്ലേ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഉമാ തോമസിനൊപ്പവും ആൾക്കാരുണ്ടാകില്ലേ? ഉമാ തോമസ് നിർബന്ധമായിട്ടും സീറ്റ് വിട്ടുകൊടുക്കാത്ത സാഹചര്യം വരും. അപ്പോൾ സമവായമായിട്ട് മറ്റൊരു സീറ്റ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. കാരണം തൃക്കാക്കരയിൽ ദീപ്തി മേരി വർഗീസ് കാലങ്ങളായി അവരുടെ പ്രവർത്തനം ശക്തമാക്കിയിരുന്നു. ഉമാ തോമസ് ആദ്യം പറഞ്ഞിരുന്നത് നേതൃത്വത്തോട് ഒരു തവണത്തേക്ക് താൻ മത്സരിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ ഉമാ തോമസ് അങ്ങനെയല്ല, അവർ വീണ്ടും മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ മണ്ഡലത്തിലാകമാനം ഉമാ തോമസിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഉമാ തോമസ് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. നേരത്തെ സനീഷ സൂചിപ്പിച്ചതുപോലെ ഉമാ തോമസിനൊപ്പവും ഉമാ തോമസിനെ അനുകൂലിക്കുന്ന ചില നേതാക്കളുണ്ട്. ഒപ്പം ദീപ്തി മേരി വർഗീസിനൊപ്പവും അവരെ അനുകൂലിക്കുന്ന നേതാക്കളുമുണ്ട്. ദീപ്തി മേരി വർഗീസിന് അർഹതപ്പെട്ട ഒരു സീറ്റാണ് തൃക്കാക്കര എന്നുള്ളതാണ്. അത് ജാതി സമവായങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും തൃക്കാക്കര ദീപ്തി മേരി വർഗീസിന് അർഹതപ്പെട്ടതാണ് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. സമവായങ്ങൾക്ക് ഇനി ദീപ്തി മേരി വർഗീസ് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകില്ല. അങ്ങനെ ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം തനിക്കില്ല. കാരണം കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിൽ താൻ ഒരു വിട്ടുവീഴ്ച നൽകിയതാണ്, വിട്ടുവീഴ്ചയ്ക്ക് നിന്നതാണ്, നേതാക്കളുടെ വാക്കുകൾ അനുസരിച്ചതാണ്. അതേ തന്നോട് ഇനിയും ഒരു നന്ദിയില്ലായ്മ അല്ലെങ്കിൽ ഒരു തെറ്റ് ആവർത്തിക്കാൻ താൻ സാഹചര്യം ഒരുക്കില്ല എന്നുള്ളതാണ് ദീപ്തിയുടെയും നിലപാട്. ശരി, നന്ദി സഹിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. ഉമാ തോമസ് നേരത്തെ PT തോമസിന്റെ ഭാര്യ, PT തോമസ് അന്തരിച്ചതിന് ശേഷം ഒഴിവ് വന്ന ആ മണ്ഡലത്തിലേക്ക് വന്ന് മത്സരിക്കുന്നു എന്നതായിരുന്നു അവരുടെ അഡ്രസ്സ്. എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന കാലത്ത് അവരുടെ അഡ്രസ്സ് PT തോമസിന്റെ ഭാര്യ എന്നതാണ് ഇരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ സ്വന്തം നിലക്ക് തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടും MLA ആയിട്ടും കാര്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നിയമസഭയിലാണെങ്കിലും CPM-നെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെ വർത്തമാനങ്ങൾ പറയുന്ന കാര്യത്തിലാണെങ്കിലും സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ ഉമാ തോമസ് സ്വന്തം നിലയ്ക്ക് എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവായി മാറിയിട്ടുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക എന്നത് അവർ ചിന്തിക്കുന്നേ ഉണ്ടാകില്ല, അവരുടെ കൂടെ നിൽക്കുന്ന നേതാക്കളും ചിന്തിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഇപ്പുറത്ത് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ ഈ വന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടതാണ് എന്ന കാര്യവും കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കിടയിൽ വിലപ്പോകുന്നതായിരിക്കില്ല. ദീപ്തി മേരി വർഗീസ് അങ്ങനെ ഒരു സീറ്റ് അർഹിക്കുന്നുണ്ട് എന്ന തോന്നൽ ആളുകൾക്കുണ്ടാകും. അതിപ്പോൾ തൃക്കാക്കര മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി നിൽക്കട്ടെ, മത്സരിക്കട്ടെ ദീപ്തി മേരി വർഗീസ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പോലും അതേത് സീറ്റ് എന്നതടക്കമുള്ള ആലോചനകളിലേക്ക് കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. അത്തരം ആലോചനകളാണ് ഒരുപക്ഷെ ഇനിയുള്ള നിമിഷങ്ങളിൽ നടക്കുക.
ഒരുപക്ഷെ ഇന്ന് തന്നെ അടുത്ത ബുള്ളറ്റിനുകളിൽ ഇത്തരം വാർത്തയുടെ ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർ ചലനങ്ങൾ നമുക്ക് ലഭ്യമാകാനായേക്കും. അല്ലെങ്കിൽ അവരുടെ ആലോചനകൾ എന്താണ് നടക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ചില